സ്പാർക്ക് പ്ലഗ് വന്നു വരുന്നത് ഈ ഏരിയയിലാണ്. ഹായ് ഫ്രണ്ട്സ്, മെക്കാനിക് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ബുള്ളറ്റിന് സംഭവിച്ചതുണ്ട്. ബുള്ളറ്റിനൊന്നും സംഭവിച്ചില്ല, ഇത് സ്റ്റാർട്ടാകുന്നില്ല. അപ്പോൾ ഇതൊരു കോൾഡ് സ്റ്റാർട്ട് വീഡിയോ അല്ല. ഇതിൻ്റെ സ്പാർക്ക് പ്ലഗ് പിന്നെ ബാക്ക് ബ്രേക്ക് ഷൂ ഇതൊക്കെ ചേഞ്ച് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ വണ്ടി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇതിൻ്റെ സ്പാർക്ക് പ്ലഗ് മൊത്തം കരി പിടിച്ച് കിടക്കായിരുന്നു. അപ്പോൾ അത് സ്റ്റാർട്ടാകുന്നുണ്ടായിരുന്നില്ല. സാധനം ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് പ്ലഗ് അഴിച്ച് അത് ക്ലീൻ ചെയ്ത് ഇട്ടു, സ്റ്റാർട്ടാക്കി വണ്ടി കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ഒരു പ്ലഗാണ് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വണ്ടി ഭയങ്കര മിസ്സിങ്ങും കാര്യങ്ങളുണ്ട്, മറ്റേ പ്ലഗും വർക്കാകുന്നില്ല. അപ്പോൾ നമ്മൾ 2 പുതിയ പ്ലഗ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. കൂടാതെ ബാക്ക് ബ്രേക്ക് ഷൂ സ്റ്റക്കാകുന്നുണ്ട്. ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്റ്റക്കാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക് ഷൂ കൂടി മാറ്റി കൊടുക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ സ്പാർക്ക് പ്ലഗ് വന്നു വരുന്നത് ഈ ഏരിയയിലാണ്. അപ്പോൾ നമുക്കിതൊന്ന് ടാങ്ക് ഒന്ന് റിമൂവ് ചെയ്യണം. പിന്നെ വേറെ സ്പാർക്ക് പ്ലഗ് വരുന്നത് നേരെ പ്രസ് ചെയ്യണം. ഈ സൈഡിലാണ് വേറെ സ്പാർക്ക് പ്ലഗ് വരുന്നത്. ഇതൊന്ന് തടിച്ചതും ഒന്ന് ചെറിയൊരു സൈസാണ്. രണ്ട് സൈസുള്ള സാധനമാണ്. ഇയർ ബ്രേക്ക് ഷൂ മാറ്റാൻ വേണ്ടി നമുക്ക് വീലും അഴിക്കണം. ഇതിൻ്റെ ഉള്ളിൽ ചെയിൻ സോക്കറ്റ് ഇത് സെറ്റിങ്സൊക്കെ മൊത്തം അഴിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ളത് നമുക്കതും കൂടി മാറ്റിയിടണം. കാര്യം നമുക്ക് മാറ്റിയിടാനുള്ള റോയൽ എൻഫീൽഡിൻ്റെ ജീനിയൻ സ്പെയർ പാർട്സ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സ്പാർക്ക് പ്ലഗും ബ്രേക്ക് ഷൂവും ഇത് രണ്ടും നമുക്ക് മാറ്റിയിടണം. അപ്പോൾ നമുക്ക് നേരെ വർക്കിലേക്ക് തുടങ്ങാം. ലെറ്റ്സ് ഗോ. നമുക്ക് സീറ്റ് അഴിക്കാൻ മൊത്തം 3 ബോൾട്ട് അവരാണുള്ളത്. ഒന്ന് സീറ്റിൻ്റെ സ്പ്രിങ്ങിൻ്റെ കാണുന്ന ഈ ബോൾട്ട്, പിന്നെ അതേപോലെ ഇപ്പോഴത്തെ സൈഡുള്ള ബോൾട്ട്, പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു 12 ബോൾട്ട്, ഈ ബോൾട്ട്. 3 ബോൾട്ട് ഊരി കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് ഡ്രൈവർ സീറ്റ് ഊരിയെടുക്കാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് അഴിക്കാനുള്ളത് ഈ 2 ബോൾട്ടാണ്. ഇത് 2 ബോൾട്ടും കൂടി അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടാങ്ക് കൂടി നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് പ്ലഗ് മാറ്റാൻ വളരെ ഈസി ആയിരിക്കും. ഓൾറെഡി നമുക്ക് പ്ലഗ് മാറ്റി ചെയ്യാൻ കുറച്ച് ടൈം എടുത്താൽ നമുക്ക് ഇത് ടാങ്ക് അഴിക്കാൻ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഞാനെന്തായാലും ടാങ്ക് അഴിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, ഞാൻ ടാങ്കും പിന്നെ സീറ്റും ഒക്കെ അഴിച്ചു കഴിഞ്ഞു. ഇത് നമുക്ക് നേരെ ഇതിൻ്റെ സ്പാർക്ക് പ്ലഗ് 2 റിമൂവ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ന്യൂ സ്പാർക്ക് പ്ലഗ് ഇൻസ്റ്റാൾ ചെയ്യാം. നമുക്ക് സ്പാർക്ക് പ്ലഗ് അഴിക്കാനുള്ള ടൂളായത്. അപ്പോൾ ഈ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് ഈ വലുതും റൈറ്റ് സൈഡ് ഈ ചെറുതാണ് നമ്മൾ യൂസ് ചെയ്യുക. ലെഫ്റ്റ് സൈഡിലുള്ളത് വലിയ പ്ലഗും റൈറ്റ് സൈഡിലുള്ളത് ചെറിയ പ്ലഗുമാണ്. അപ്പോൾ 2 ടൈപ്പ് ടൂൾ വേണം. 2 കോമൺ ആയിട്ട് സ്പാർക്ക് പ്ലഗ് അഴിക്കാൻ വേണ്ടിയിട്ടുള്ള മിക്ക വണ്ടികളുടെയും കൂടെ കിട്ടുന്നതാണ്. രണ്ട് സൈഡ് സ്പാർക്ക് പ്ലഗും കണ്ടോ, ഒന്ന് വലുതും ഒന്ന് ചെറുതോ. ഗായ്സ്, അപ്പോൾ നമ്മൾ 2 സ്പാർക്ക് പ്ലഗും ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു.
ഇതിന് നമുക്ക് ഈ പ്ലഗ് ജസ്റ്റ് കുത്തി വെക്കാം. എന്നിട്ട് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമുക്ക് ഈ ബോൾട്ടും ഈ നെട്ടും ബ്രേക്ക് അഡ്ജസ്റ്റിൻ്റെ ഈ നെട്ടും പിന്നെ ഈ വെല്ല് ചെയിൻ സോക്കറ്റിൻ്റെ ഈ നെട്ടും കൂടി വയ്ക്കണം. നമ്മൾ ഈ സാധനം ഇവിടെ ജാമായി കിടക്കുകയാണ്. ഇത് ശരിക്ക് ഈ പൊസിഷനിൽ നിൽക്കണം. കറക്റ്റ് ഈ പൊസിഷനിൽ നിന്നാലേ നമുക്ക് ബ്രേക്ക് ഇഷ്ടം പോകും, അല്ലെങ്കിൽ ബ്രേക്ക് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും ലൈൻഡർ വാങ്ങിയിട്ടുണ്ട്. ഇത് അഴിച്ചറിഞ്ഞിട്ട് ലൈൻഡർ കൂടി ഇടാം. നമുക്ക് ഈ സ്റ്റെച്ചും കൂടി ഒഴിവാക്കാം. അപ്പോൾ ഗൈസ് നമ്മളിത് അഴിച്ചെടുത്തു. സാധനം അഴിച്ചെടുത്തു. അപ്പോൾ ഈ ഭാഗം നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ട് പേപ്പറിട്ട് റെഡിയാക്കിയിട്ടിടണം. ഗൈസ് ഇപ്പോൾ അത്യാവശ്യം ഫ്രീ ആയിട്ടുണ്ട്. ഇതിപ്പോൾ സ്മൂത്തായിട്ട് കറങ്ങുന്നുണ്ട്. ഇതിപ്പോൾ ഈ സാധനം ഫുൾ ഫ്രീ ആയി കഴിഞ്ഞു. നേരത്തെ ഇത് ഫുൾ ടൈറ്റിലുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ ജാമായി കിടക്കും. റിയർ ബ്രേക്ക് അവിടെ ജാമായി കിടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ഫുൾ ഫ്രീ ആയി. നമുക്കിതിൻ്റെ ഒരു നെട്ട് കൂടി ഇടാൻ ബാക്കിയുണ്ട്. അതും കൂടി ഇട്ടിട്ട് ബ്രേക്ക് ഷൂ സെറ്റ് ചെയ്യാം. ബ്രേക്ക് ഷൂ പിന്നെ അതിൻ്റെ ന്യൂ സ്പ്രിങ്ങും കൂടി ആഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോക്കാണ്. ഇപ്പോൾ ഫുൾ സ്മൂത്തായി കഴിഞ്ഞു. നമുക്ക് ഈ ചെയിൻ സോക്കറ്റിൻ്റെ ഉൾവശം കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം മറ്റൊരു പുതുപുത്തൻ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ 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 ബൈ.